അനിമോള് പാത്രം കഴുകാനായിട്ട് നെവിനെ വന്ന് വിളിക്കുകയാണ്. നെവിൻ ഒരു തരത്തിലും വരത്തില്ല. എടി അനിമോളെ, നീ എന്തിനാടി അവിടെ കിടന്ന് അലയ്ക്കുന്നത്? ഞാൻ വരത്തില്ലടി, നിനക്ക് വേണമെങ്കിൽ നീ കഴുകി വെക്ക് പാത്രം. അനിമോള് കുറേ പ്രാവശ്യം മര്യാദയ്ക്ക് നെവിനെ വിളിച്ച്. നെവിനാണെ വിളി കേൾക്കുന്നതുമില്ല, വിളിക്കുന്നതിന് ഭയങ്കര ദേഷ്യവുമാണ്. എന്നാൽ പോയി കഴുകത്തുമില്ല. അവസാനം അനിമോള് കിച്ചണിൽ നിന്ന് നെവിൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ് പാത്രം കഴുകാത്തതിനെ പറ്റി. വെസൽ ടീമിനകത്ത് നീ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പാത്രം കഴുകിയേ പറ്റത്തുള്ളൂ, നീ ചെയ്യണം. അപ്പോൾ ഉടനെ നെവിൻ പറയുകയാണ്, എനിക്ക് സൗകര്യമില്ലെങ്കിൽ നീ പോയി ഉണ്ടാക്കിയിട്ട് വന്ന്. അനിമോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോഴത്തേനും നെവിൻ പറയാണ്, അനുബോംബ്, ഇവളൊരു ബോംബ് പൊട്ടിക്കാനായിട്ട് വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേനും നെവിനോട് ഒനിൽ പറയുകയാണ്, ഞാൻ ആ ടീമിലുള്ളതാണ്, അതുകൊണ്ട് നീ പാത്രം കഴിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നെവിൻ പറയുകയാണ്, ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ചെയ്യുമെന്ന്. പിന്നെ എന്തിനാ ഈ വിഷമോൾ എന്നെ കിടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഞാൻ കഴുകി വെച്ചേക്കാം. ആരാ ഇവിടുത്തെ ക്യാപ്റ്റനോട് പറഞ്ഞേക്കാം, ഞാനത് കഴുകി വെച്ചേക്കാം. അപ്പം ഒന്നിൽ പറയുന്നുണ്ട്, ഇവിടുത്തെ ക്യാപ്റ്റൻ ഇപ്പം നൂറയാണ്, നൂറയോട് പറയണം, അതുപോലെ ചെയ്യുകയും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുകയാണ്, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ എത്രയും പ്രാവശ്യം എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്? വീണ്ടും ഒന്നിൽ പറയാണ്, ഇന്നലെ ആരാണ് അവിടെ ചുമന്ന ചോറ് കഴിച്ചിട്ട് അത് അങ്ങനെ ഇട്ടിരുന്നത്, അതാരും കഴുകി വെച്ചില്ല. അന്നേരം ബിന്നി പറയുകയാണ്, എൻ്റെ കാപ്പ് ഞാൻ തന്നെ കഴുകി വെക്കേണ്ട അവസ്ഥയാണ്, ഇവിടെ ഇപ്പോൾ എല്ലാവരും അവരവർ തന്നെ വരുന്ന ഒരു സ്റ്റേജാണ് കാണാൻ. റെന ഫാത്തിമ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ കഴിച്ച പ്ലേറ്റും കഴുകി കപ്പും കഴുകി എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇനി നമ്മൾ കഴിക്കുന്ന പ്ലേറ്റും കപ്പും എല്ലാം നിങ്ങൾ കഴുകി വെക്കണം.